അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു നല്ലൊരു ടേസ്റ്റിയാണ് ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി തന്നെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഇട്ടുണ്ട്. വെളുത്തുള്ളി നല്ല ഫ്ലേവറാണ്, നല്ല ഫ്ലേവറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഞാൻ ബോൺലെസ് പീസാട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഒരു 80% നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് 80% ഫ്രൈ ചെയ്തിട്ട് ശേഷം കാണിക്കാം. പിന്നെ ഇതിനകത്ത് രണ്ട് ബട്ടർ അതുകൊണ്ടാണ് നിങ്ങൾ ബട്ടർ തന്നെ മാക്സിമം ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് കുറച്ചും കൂടെ ഫ്ലേവർ ഉള്ളത്. ചിക്കൻ ബട്ടർ തന്നെ ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബട്ടർ ചിക്കൻ്റെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 80% കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഒരു ചെറിയ ഉള്ളി ഞാൻ ചെറിയ ഒരു സ്ക്വയർ ഷേപ്പിന് വളരെ ചെറുതായിട്ട് തന്നെ നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ബട്ടർ ചിക്കനാണ് സ്ലൈസ് ചെയ്യുക, പിന്നെ നുറുക്കിയെടുക്കുക കേട്ടോ. കാര്യം ഈ ബട്ടർ ചിക്കൻ എല്ലാം ഒരു പേസ്റ്റ് ഫോം ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് ചുരുക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഉള്ളി, പിന്നെ ഒരു ഗാർലിക്ക്, കുറച്ച് കരിവേപ്പില, ഇതൊക്കെ നമ്മളൊന്ന് അതേ ഇതിൽ തന്നെ വേറെ സ്പൂൺ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതിൽ തന്നെ ജസ്റ്റ് ഞാനത് ശ്രദ്ധിച്ച് ഞാൻ ചെയ്യുന്നു. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും മറ്റേ സ്പാച്ചുല തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അത് ഞാൻ ടീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഇത്ര മതി. നമുക്ക് രണ്ട് തക്കാളി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് കാഷ്നട്ട്സ് നമ്മൾ വെള്ളത്തിലിടണം, അതുകൂടെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. അപ്പം ഞാൻ നമ്മുടെ തക്കാളി പേസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകും. പക്ഷേ നമ്മൾ മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി 2 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, ഇത്ര മാത്രം മസാല മതി. വേണമെങ്കിൽ നിങ്ങൾ മഞ്ഞപ്പൊടി ചേർത്തോ, പക്ഷേ ഇതിൽ ഇത്രയും കാര്യങ്ങൾ തന്നെ മതി. നമുക്ക് നമ്മുടെ തക്കാളി അതിലോട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് കാരണം ജസ്റ്റ് നമ്മൾ ഒഴിച്ചിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ ഫ്ലേവർ ഒന്ന് മുന്നോട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി, ഗരം മസാലയും ഇടാം. കശ്മീരി മുളക് പൊടിയാണ് ഇത് നല്ല കാര്യം. ഒരു ബട്ടർ ചിക്കൻ എരിവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്തോ, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതിലധികം എരിവില്ല. അതുകൊണ്ട് പച്ചമുളകിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കാം, പക്ഷേ നോർമലി ഇതിൽ എരിവില്ല. അതൊരു ചെറിയൊരു മൈൽഡേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കശ്മീരി ചേർത്തതിനകത്ത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് പ്രതീക്ഷിക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങളുടെ കമൻറ്റ് അത് എൻ്റെ ചെറിയ മൈനസ് എനിക്ക് പോസിറ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് TNN ക്രിയേഷൻ ചാനൽ. ഞാനൊരു ടീച്ചറാണ്. എന്നെക്കുറിച്ചുള്ള കാര്യം ഞാൻ വഴി അറിയിക്കാം. ഇനി താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. വളരെ കുറച്ച് പേരൊക്കെ കാണുന്നു, വളരെ ലൈക്ക് കമൻറ്റുകൾ വന്നു. ടീച്ചറിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കുക്ക് ചെയ്യുന്നത് പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ എന്തുകൊണ്ടെങ്കിലും ചെയ്തുകൂടെ എന്ന് സ്വയം വിചാരിച്ചു തന്നെയാണ് ഇതിലോട്ട് എത്തുന്നത്. അല്ലാതെ വലിയൊരു ഡ്രീം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മുളക് പൊടി ഞാൻ പറഞ്ഞ പോലെ 2 സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കാഷ്നട്ട്സ് പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഒന്ന് നല്ലതായിട്ടും തിളച്ചിട്ട് കുറച്ച് ശക്കരം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മതിയാവും നമുക്ക്. നന്നായിട്ടൊരു കുറുക്കിയൊരു ഫ്ലേവറാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ബോറടിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ സ്പീഡ് ചേഞ്ച് ചെയ്തിട്ട് കേട്ടോ. ഒരു ശക്കല ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ കശ്മീരി മുളക് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 2 നുള്ളി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അത്ര മതി. കാര്യം ഓൾറെഡി 80% കുക്ക്ഡാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.